ഞാൻ IITയിൽ പഠിക്കുന്ന സമയം അന്ന് എൻ്റെ റൂംമേറ്റ്സ് ആയിട്ടുണ്ടായിരുന്ന ഒരാൾ ഒരു ആന്ധ്രക്കാരനായിരുന്നു. IIT മദ്രാസിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 60 to 70% ആന്ധ്ര തെലുങ്കാന റീജിയൻ എന്നുള്ള ആളുകളുണ്ടാവും. അതിനൊരു കാരണമുണ്ട്, അത് ഞാൻ വഴിയെ പറയാം. അവനൊരിക്കലും എന്നോട് പറഞ്ഞു അവൻ്റെ കസിൻ IIT കോച്ചിങ്ങിന് പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, വെറുതെ കാഷ്വലായി ചോദിച്ചു എത്രാം ക്ലാസ്സിലാണ്. അവൻ പറഞ്ഞു 4th സ്റ്റാൻഡേർഡിലാണെന്ന് പറഞ്ഞു. ഞാൻ ശരിക്ക് ഞെട്ടിപ്പോയി. ഒരു ഭീകരമായ കാര്യമാണ്. നമ്മൾ വളരെ സീരിയസ് ആയി JEEക്ക് പഠിക്കുന്നത്, ഞാനൊക്കെ പഠിച്ചത് 11th കഴിഞ്ഞ് അല്ലെങ്കിൽ 12th കഴിഞ്ഞതിന് ശേഷം ഒരു വർഷം സ്പെൻഡ് ചെയ്തിട്ടാണ്. നമ്മുടെ നാട്ടിലെ മിക്കവാറും കുട്ടികളും അങ്ങനെയാണ്. അല്ലെങ്കിൽ 10th ശേഷം എല്ലാമാണ് വളരെ സീരിയസ് ആയി അതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ എന്തുകൊണ്ടാണ് അത്ര അധികം ആന്ധ്രക്കാർ അല്ലെങ്കിൽ തെലുങ്കാന ആ റീജിയൻ എന്നുള്ള ആളുകൾ, അല്ലെങ്കിൽ രാജസ്ഥാൻ, കോട്ട, നോർത്ത് ഇന്ത്യയിലെ ചില പ്രത്യേക റീജിയൻ എന്നുള്ള ആളുകൾ വിവിധങ്ങളായിട്ടുള്ള IITകളിൽ കൂടുതലായിട്ടുള്ളത്? ഇതിന് കാരണം അവർ നേരത്തെ തുടങ്ങുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു കുട്ടി ഒരു 3ാം ക്ലാസ്സിൽ നിന്ന് IIT കോച്ചിങ്ങിന് പോകണോ, 4ാം ക്ലാസ്സിൽ നിന്നോ 5ാം ക്ലാസ്സിൽ നിന്നോ പോകണോ എന്ന് ചോദിച്ചാൽ പോവേണ്ട എന്നാണ് എൻ്റെയും അഭിപ്രായം. പക്ഷേ നമ്മൾ കുറച്ച് നേരത്തെ തുടങ്ങേണ്ടതുണ്ട്. അതിന് കാരണം ഇതൊരു കോമ്പറ്റീറ്റീവ് എക്സാമാണ് നമ്മുടെ കുട്ടികൾ എഴുതാൻ പോകുന്നത്. അത് JEE ആവട്ടെ, NEET ആവട്ടെ, ഇത്തരം കോമ്പറ്റീറ്റീവ് എക്സാം എഴുതുമ്പോൾ ഒരു 90% മേലെ മാർക്ക് കിട്ടിയാൽ എല്ലാവർക്കും A+ ആണ്. പക്ഷേ അതേപോലെയല്ല ഒരു കോമ്പറ്റീറ്റീവ് എക്സാം എന്നുള്ളത്. നമ്മൾ ഒരാൾക്കൊരു റാങ്കേ ഉള്ളൂ, നമ്മൾ മറ്റൊരാളുടെ മേലെയാവുക, അതൊരു മാർക്കിനായാലും 2 മാർക്കിനായാലും വ്യത്യാസത്തിൽ എന്നുള്ളത് വളരെ പ്രധാനമാണ്. ആ 1 മാർക്കോ 2 മാർക്കോ പലപ്പോഴും നമ്മുടെ സീറ്റുകൾ നിർണ്ണയിക്കും, നമുക്ക് ഇഷ്ടപ്പെട്ട കോഴ്സുകൾ നിർണ്ണയിക്കും, ഇഷ്ടപ്പെട്ട കോളേജുകൾ നിർണ്ണയിക്കും. അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് അതിൽ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ചിന്തിച്ച് STEM ജീനിയസ് എന്നുള്ളൊരു കോഴ്സ് തുടങ്ങിയത്. STEM ജീനിയസ് 8, 9, 10 ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്കുള്ളൊരു ഫൗണ്ടേഷൻ പ്രോഗ്രാമാണ്. ഈ ഫൗണ്ടേഷൻ പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കോമ്പറ്റീറ്റീവ് എക്സാം എഴുതുന്നൊരു തലത്തിലോട്ട്, സാധാരണ ഒരു കുട്ടി ഒരു ബോർഡ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു, അതിൽ മാർക്ക് നേടാൻ ശ്രമിക്കുന്നു എന്നതിലപ്പുറം കോമ്പറ്റീറ്റീവ് എക്സാംസ് അച്ചീവ് ചെയ്യാനുള്ള ഒരു തലത്തിലോട്ട് കുട്ടികൾ ഡെവലപ്പ് ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങൾ ഇതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ ഒരു കുട്ടിക്ക് ഒരു നോർമൽ ട്യൂഷനാണോ നൽകുന്നത്? അല്ല. എന്നാൽ അവൻ്റെ സിലബസിലെ പാഠങ്ങളൊക്കെ കവർ ചെയ്യുന്നുണ്ടോ? അത് കവർ ചെയ്യുന്നുണ്ട്. അവൻ 8th, 9th, 10th പഠിക്കുന്ന കാര്യങ്ങളൊക്കെ കവർ ചെയ്തുകൊണ്ട്, എന്നാൽ അതിലൊരു എക്സ്ട്രാ എഡ്ജ് നൽകുന്ന രീതിയിൽ കഴിഞ്ഞൊരു 15 വർഷത്തെ KVPY, NTSE, OLYMPIADS, JEE പോലെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിൻ്റെ പേപ്പേഴ്സ് അനലൈസ് ചെയ്ത് അതിൽ നിന്ന് അവർക്ക് 8th, 9th, 10th തന്നെ സോൾവ് ചെയ്യാവുന്ന പ്രോബ്ലംസ് എടുത്ത് അവരെ കൊണ്ട് സോൾവ് ചെയ്യിപ്പിച്ചിട്ടാണ് ഈ പ്രോഗ്രാം ഞങ്ങൾ റൺ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതൊന്ന് ആളുകൾക്ക് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ജൂൺ 7 മുതൽ, ഇപ്പോൾ ഓൾറെഡി ഒരു ബാച്ച് അപ്പ് ആൻഡ് റണ്ണിങ് ആണ്, ജൂൺ 7 മുതൽ 2ാമത്തെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. 2ാമത്തെ ബാച്ചിൽ നിങ്ങൾക്കിതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങളുടെ കുട്ടിയെ രജിസ്റ്റർ ചെയ്യാം. 8, 9, 10 ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് രജിസ്റ്റർ ചെയ്യാം. അവർക്ക് 2 വീക്സ് നമ്മുടെ കോഴ്സ് ടെസ്റ്റ് ചെയ്യാം. നമ്മുടെ കോഴ്സ് ബ്ലെൻഡഡ് എന്ന വെബ് പ്ലാറ്റ്ഫോമിലാണ് ഹോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിനൊരു ആപ്ലിക്കേഷനും പ്രൊവൈഡ് ചെയ്യും. അവിടെ വളരെ ചെറിയ കണ്ടൻറ്റുകളായിട്ട്, അതായത് ഒരു വലിയ ലെക്ചറുകളൊന്നും ഉണ്ടാവില്ല. ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 8 മിനിറ്റ് 10 മിനിറ്റിൻ്റെ വീഡിയോസായിട്ട് ആ വീഡിയോസിൽ നിന്ന് പഠിച്ചു എന്ന് മനസ്സിലാക്കാവുന്ന അസസ്മെൻറ്റുകൾ നടത്തിയിട്ട് അവിടെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ കേൾക്കാം. അതുകൂടാതെ ലൈവ് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ടാവും. ഇതിൻ്റെ പ്രത്യേകത, ക്ലാസ്സസ് എടുക്കുന്നത് IITians ആയിട്ടുള്ള ആളുകളാണ്, അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ആയിട്ടുള്ള ആളുകളാണ്. അതായത് ഓൾറെഡി ഈ കോമ്പറ്റേറ്റീവ് എക്സാംസ് ട്രൈ ചെയ്ത് അതിൽ വിൻ ചെയ്ത, എന്നിട്ട് ഈ എക്സാംസൊക്കെ അച്ചീവ് ചെയ്ത ആളുകളാണ് ഈ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നത് എന്നാണ്. അപ്പോൾ കേവലം കുറച്ച് നല്ല അധ്യാപകരെ സംഘടിപ്പിച്ച് ക്ലാസ് എടുക്കുക എന്നതിലപ്പുറം കുട്ടികൾക്ക് നല്ലൊരു മെൻറ്റർഷിപ്പ് കൊടുക്കുക, അവർക്ക് വിന്നേഴ്സ് ആയിട്ടുള്ള, അച്ചീവേഴ്സ് ആയിട്ടുള്ള ആളുകളുമായിട്ട് ഒരു ഇൻ്റർഫേസിങ് നൽകുക എന്നതുകൂടി ഈ കോഴ്സിൽ ലക്ഷ്യം വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ 8, 9, 10 ക്ലാസ്സിലെ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ 11th, 12th നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ നമ്മൾ നല്ല റാങ്കുകൾ നമ്മുടെ കുട്ടികൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ, എന്നാൽ വലിയ സ്ട്രെയിനൊന്നും എടുക്കാതെ ഇപ്പോഴേ തുടങ്ങേണ്ടതുണ്ട്. എങ്കിൽ നല്ല റിസൾട്ട് നമുക്ക് 12th തന്നെ അച്ചീവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അവിടെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്ത ശേഷം നിങ്ങൾക്ക് ജൂൺ 7 ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. 2 ആഴ്ചയ്ക്ക് ശേഷം നിങ്ങൾക്കത് തൃപ്തിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഞങ്ങളുടെ ക്ലാസ്സസ് നിങ്ങളുടെ കുട്ടികളെ വിജയത്തിലെത്തിക്കും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ, ഞങ്ങളുടെ കോഴ്സിന് നിങ്ങൾക്ക് ചേരാം. താങ്ക് യു.